നിങ്ങൾ ആരാധന മുടക്കരുത്. ഒരാളിന്റെ ശമ്പളം കൊണ്ട് ജീവിക്കേണ്ടി വന്നാലും അമേരിക്കയിൽ ഞായറാഴ്ച ഇരട്ടി ഡോളർ കിട്ടും, കുവൈറ്റിൽ ദിനാർ ചിലപ്പോൾ ഇരട്ടി കിട്ടും, ദിറാംസ് കിട്ടും. മക്കളെ, ആരാധന മുടക്കരുത്. ദൈവത്തിന് വേണ്ടിയുള്ള ഇന്നത്തെ നിന്റെ നഷ്ടങ്ങൾ നാളത്തെ വലിയ നേട്ടങ്ങളാണ്. ദൈവത്തെ മാറ്റി നിർത്തിയുള്ള ഇന്നത്തെ നിന്റെ നേട്ടങ്ങൾ നാളത്തെ വലിയ നഷ്ടങ്ങളാണ്. അത് കല്യാണമായാലും അത് തന്നെ. മക്കളൊക്കെ ഓർത്തോ, ഇവിടെ അല്ലാതെ ഇവിടെ പറയാൻ. എന്നോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് പിള്ളേരെ ഓരോരുത്തരെ താക്കി. ഒരുത്തൻ കാനഡ, ഒരുത്തൻ UK, ഒരുത്തൻ ഓസ്ട്രേലിയ. കൂടെ ആരുമില്ല. അമ്മച്ചിക്ക് പോകാൻ 3 വിസ ഉണ്ട്, പോകാൻ വയ്യ, തണുപ്പാ. ഒരുത്തനെങ്കിലും കൂടെ നിൽക്കേ. അവസാനം ഒരു തുള്ളി വെള്ളം ഒഴിച്ചു തരാം. ഭീമോനച്ചൻ ഇങ്ങനെ പ്രസംഗിക്കുന്നവന്. എന്തിനാ ഇതൊക്കെ? കണ്ണടച്ച് തുറക്കുമ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് പോകില്ലേ? നേടാവുന്നൊക്കെ നേടെ, അതൊന്നും അല്ല വലുത്. നിന്റെ തലമുറ മുട്ടിമേ നിൽക്കാൻ പഠിപ്പിക്കണം. അല്ല, ഇതൊക്കെ വട്ടപൂജ്യമാണ്. ഇസാക്കിനെ കണ്ടപ്പോൾ ഭർത്താവാന്ന് അറിഞ്ഞിട്ടല്ല. എന്നെ നോക്കിയേ, അവരെ കണ്ടപ്പോൾ ഈ റിബേക്ക എന്നാ ചെയ്തത്? പറയച്ച എന്നാ ചെയ്ത്? ഒട്ടകപ്പുറത്തേക്ക് ചാടി കയറിയെന്നാണോ? ഒട്ടകപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങി നരച്ചവന്റെ മുമ്പിൽ എഴുന്നേൽക്കണമെന്നും പുരുഷനെ ബഹുമാനിക്കണമെന്നും നിന്റെ വീട്ടിൽ വെച്ച് മക്കളെ പഠിപ്പിച്ചു വിടണം. ഫെമിനിസ്റ്റുകൾക്ക് ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെടത്തില്ല. ഒരു പുരുഷന്റെ മുമ്പിൽ വരുമ്പം കാലുമേ കാലും കയറ്റി ഇരുത്താനല്ല പഠിപ്പിക്കണം. മക്കളെ എഴുന്നേക്കാൻ പഠിപ്പിക്കണം. വിനയം, താഴ്മ, അനുസരണം ഒരു ഭാര്യയുടെ മുഖമുദ്രയായിരിക്കണം. സ്നേഹം, കരുതൽ, സംരക്ഷണം ഒരു പുരുഷന്റെ മുഖമുദ്രയായിരിക്കണം. ഉടനെ അവൾ ഒരു മൂട് ഇവിടെ എടുത്ത് കല്യാണമാലേക്കും ചെറുക്കനെ കണ്ടപ്പോ ഉള്ള തുണിയും കൂടെ വലിച്ചെറിയില്ലേ? ഉള്ള തുണിയും കൂടെ ഒക്കെ മാറ്റി എക്സ്പോസ് ചെയ്തെന്നല്ല, റിമൂവ് ചെയ്തെന്നല്ല, കവറിങ് ചെയ്തു. വസ്ത്രം ധരിക്കുന്നത് നഗ്നത പ്രദർശിപ്പിക്കാനാകരുത്, നഗ്നത മറയ്ക്കാനാകരിക്കണം. കരുതലും സ്നേഹവും ഒക്കെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിടണം മക്കളെ. അനുസരണമൊക്കെ. മോളെ, നീ ചെല്ലുന്ന വീടിന് നീ ഒരു ആശ്വാസമായി മാറട്ടെ. പെൺകുട്ടികൾ ചെല്ലുന്ന വീടിന് ഒരു ആശ്വാസമാകട്ടെ. ജോബിൻ, അനിഷ, എന്റെ മുഖത്തേക്ക് നോക്കൂ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുന്നു. ലവ് ടുഗദർ. നിങ്ങൾ ഒന്നിച്ച് സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? യേശു കർത്താവ് സ്നേഹിച്ചതുപോലെ. യേശു കർത്താവ് എങ്ങനെയാ സ്നേഹിച്ചേ? സൗന്ദര്യം കണ്ടല്ല, ആരോഗ്യം കണ്ടല്ല, പണം കണ്ടല്ല, സമ്പത്ത് കണ്ടല്ല, കുടുംബമഹിമ കണ്ടല്ല. നിന്റെ ഭർത്താവിന്, മോളെ, പണം ഉണ്ടേലും ഇല്ലേലും, നിന്റെ ഭാര്യയ്ക്ക് സൗന്ദര്യം ഉണ്ടേലും ഇല്ലേലും നിങ്ങൾ സ്നേഹിക്കണം. എന്റെ ഭാഷ പറഞ്ഞാൽ കണ്ണുകുഴിഞ്ഞാലും കവളൊട്ടിയാലും പേഴ്സ് കാലിയായാലും കുറയാത്ത സ്നേഹമുള്ളവരായിരിക്കും.